ആണ് സനൽ കോളേജിൽ നിന്ന് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്ന സമയം കേട്ടോ. ആദ്യമായിട്ട് സനൽ അങ്ങോട്ട് പോയത്. പിന്നെ ഇതാണ് ഗ്രൗണ്ട് എന്ന് പറഞ്ഞാൽ ഈ സർക്കിൾ പോലെ കിടക്കുന്നത് ക്രിക്കറ്റ് ഗ്രൗണ്ട്. അപ്പുറത്തൊരു ചെറിയ ഫുട്ബോൾ ഗ്രൗണ്ട്. പോകാനുള്ള മടി കൊണ്ട് എടുക്കണില്ലെന്നേ ഉള്ളൂ. പിന്നെ അവിടെ ഒരു അങ്ങോട്ട് പോയി. ഇതാണ് 3 നില ഹോസ്റ്റൽ. ഈ ഹോസ്റ്റലിനെ പോലെ ഹോസ്റ്റൽ സ്വർഗമാണ്. ആ നടന്ന് വരണമെന്ന് വെച്ചാൽ ഫ്രീക്കനാണ്. ഈ കോളേജിലെ വേറെ ലെവലാണ്. ഇനി വരണ കാലത്ത് വലിയൊരു സംവിധായകനാവാൻ ചാൻസ് ഉള്ള ഒരാളാണ് അവിടെ നിൽക്കുന്നത്. പിന്നെ ഇത് വോളിബോൾ കോർട്ടായിരുന്നു. ഈ ഇടയ്ക്കുള്ള ഒരു അടിയിലെ ഇതിൽ വോളിബോൾ കോർട്ട് മാറ്റി ഇതെന്ന് പറഞ്ഞാൽ തേർഡ് ഇയർ കളിക്കാൻ പോണ ചെറിയൊരു ഗ്രൗണ്ടാണ്. ആ ഗ്രൗണ്ട് കാണിക്കുന്ന പിന്നെ പൊളിച്ചടിക്കും. ഇതാണ് ആ ഗ്രൗണ്ട്. ഇതാണ് ആ ഗ്രൗണ്ട്, ചെറിയ ഗ്രൗണ്ട്. ഇവിടെ ഷോർട്ട് ഫോർ വെച്ചാണ് കളിക്കുന്നത്. ഇവിടെ ഞാൻ റെക്കോർഡ് എന്ന് വെച്ചാൽ 100 റൺ ശങ്കർ അടിച്ചിട്ടുണ്ട്. താഹ 99 ഡക്കാക്കി. ഇത് ഞാൻ പറയും പോലെ പറഞ്ഞെടുക്കാൻ നോക്കുന്ന ഒരു വ്യക്തിയാണ്. ഇതാണ് ടിറ്റു തങ്കച്ചൻ. ഞാൻ പറഞ്ഞില്ലേ, വരുംകാലത്ത് സംവിധായകനാവാൻ ചാൻസ് ഉള്ള ഒരു വ്യക്തിയാണ് ഇരിക്കുന്നത്. ഈ വ്യക്തി, ഇതിൻ്റെ പേര് ധനശ്യാം രാജൻ എന്നാണ്. ഇപ്പോഴേ ഫിലിമിൻ്റെ ഒരു ചെറിയൊരു കട്ടിവനിക്കുണ്ട്. നമ്മൾ ഈ ഹോസ്റ്റലിൽ നിന്ന് കുളിക്കുന്ന മിക്ക വെള്ളവും ഇതിൻ്റെ അകത്താണ് വന്ന് ചേർന്നത്. ഇതിൽ നിന്ന് തമിഴ്നാട്ടിലെ ഇവിടുത്തെ കുട്ടികൾ മീനും കരിമീനൊക്കെ കൂടുതലായിട്ട് ഇവിടെ നിന്ന് കിട്ടുന്നുണ്ട്. നല്ല രുചിയാണ് ഇതിൽ നിന്ന് കിട്ടുന്നത്. നമ്മൾ ഇതുവരെ കഴിച്ചിട്ടില്ല, പക്ഷെ ഇഷ്ടം മാതിരി ഉണ്ട്. വലിയൊരു കൈപ്പത്തിയുടെ നീളത്തോളം വരും ഒരു കരിമീനിന്റെ വലിപ്പം. ഗ്രൗണ്ടിന്റെ സ്ട്രൈറ്റ് നോക്കി കഴിഞ്ഞാൽ ഇത് നമ്മളിത് എടുക്കുമെന്ന് അറിഞ്ഞുകൊണ്ട് കിടക്കണ ഒരു ഇതാണ്. ഇവന്റെ പേര് അഭിൻജി രാജ്. ഇവന്റെ കഥയിൽ എപ്പോഴും ഒരു തോക്ക് കണ്ടിരിക്കും. ഇത് ഗ്രൗണ്ടിന്റെ സ്ട്രൈറ്റ് നിന്നുള്ള വ്യൂ ആണ്. ഇത് ബാക്കി കാണുന്നത്, ഫ്രണ്ടിൽ കാണുന്നത് ട്രിപ്പിൾ ഡിപ്പാർട്ട്മെന്റ് ആണ് കേട്ടോ. ശ്രീഹരി എന്ന് പറഞ്ഞാൽ ഈ കോളേജിൽ പെട്ടെന്ന് പെണ്ണുങ്ങളെ വളയ്ക്കാൻ പറ്റുന്ന മൈൻഡാണ് ശ്രീഹരിക്കുള്ളത്. പിന്നെ ബുജിയാണ്, മാത്സ് നല്ലപോലെ പഠിക്കുന്ന ഒരു കുട്ടിയാണ്. ഇവർക്ക് മാത്സ് പക്ഷേ ഫുള്ള് സപ്ലൈ ഒന്നുമില്ല കേട്ടോ. വികാസ് ഈ കോളേജിൽ നിന്ന് സെന്റ് സേവിയസിലോട്ട് മാറിയ ഏക വ്യക്തിയാണ് വികാസ്. യെസ്, സെന്റ് സേവിയസിലോട്ട് മാറിയ ഏക വ്യക്തിയാണ്. നല്ല പഠിക്കുന്ന കൂട്ടത്തിലാണ്. ഇതാണ് ഹോസ്റ്റലിലോട്ട് കയറുന്ന വഴിയാണ്. നമ്മളിപ്പോ ഹോസ്റ്റലിലോട്ട് പോവുകയാണ്. ഇതാണ് മനീഷ് മധു. നമ്മളിപ്പോ ഹോസ്റ്റലിൽ വെക്കേറ്റ് ചെയ്യാൻ വേണ്ടി കിടക്കണ വഴിയാണ്. ഇത് ശങ്കർ. ഇതിപ്പോ ഹോസ്റ്റലിൽ വെക്കേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മളെല്ലാ സാധനവും എടുത്തു വെച്ചിരിക്കുകയാണ്. അതാണ് ഇരിക്കുന്നത് രാമൂർത്തി സാറാണ്. ഇത് അഭിൻജി രാജാണ്. 107 ആഷിയുടെ റൂമായിരുന്നു. ആദ്യത്തെ ഫസ്റ്റ് ഇയറിൽ ആഷിയുടെ റൂമായിരുന്നു 107. പക്ഷെ സെക്കൻഡ് ഇയറിൽ മഹിപാലും സച്ചിയും അവിടെ കയറി. ഇതിന്റെ അകത്ത് നിന്നുള്ള വ്യൂ എന്ന് പറഞ്ഞാൽ ഇതിൽ 3 സ്ഥലങ്ങൾ കളിക്കാണ്ട്. ഇതാണ് ഒരു സ്ഥലം. ഇത് 3 നില ബിൽഡിംഗ് ആണ്. ഇതിന്റെ കൂടുതലായിട്ട് ഇവിടെ ഷട്ടിൽ കളിക്കാറില്ല. വോളിബോളല്ല, ക്രിക്കറ്റ് ആണ് കൂടുതലാണ് കളിക്കാറ്. ഇതിപ്പോ ഹോസ്റ്റലിലോട്ട് പോണ വഴിയാണ് കേട്ടോ. ഇത് സെക്കൻഡ് ഫ്ലോറിലോട്ട് കയറുന്ന ഇത് ഹോസ്റ്റലിന്റെ ഒരു നടുഭാഗമാണ്. ഈ 2 സൈഡും ഹോസ്റ്റൽ റൂംസ് ആണ്. ഇതാണ് ഞാൻ പറഞ്ഞ രണ്ടാമത്. ഇത് ഇവിടെ കോളേജിൽ ഒരു ജിം ഉണ്ടായിരുന്നു. അത് അവിടെ കളിക്കുന്ന വേറൊരു സ്ഥലമാണ്. ഇതിങ്ങനെ പോയി വരുമ്പോ ഇവിടെ ബാത്റൂം. ഇതാണ് ബാത്റൂം എന്ന് പറഞ്ഞത്. ഇതിന്റെ അകത്ത് ഇവിടെയാണ് പല്ല് തേക്കുന്ന സ്ഥലം. ഇതാണ് കൂടുതലും സ്റ്റുഡൻസ് മൂത്രമൊഴിക്കുന്ന ഏക ക്ലോസറ്റ് ആണ്. ഒരു മറുനാടൻ കാറ്റടിക്കുന്നത്. ഇതാണ് ഹോസ്റ്റലിന്റെ കുളിക്കുന്നത് ബാത്റൂമും കുളിമുറി. ഇവിടെ ടിറ്റു ആദ്യമായിട്ട് എത്തി നോക്കി ചർക്കി അടിച്ച് വീണ സ്ഥലം. ഇതാണ് ഞാൻ മാക്സിമം യൂസ് ചെയ്യുന്ന ബാത്റൂം. ഇതിന്റെ അകത്താവുമ്പോ അകത്ത് ലോക്ക് ഇല്ലാത്തത് കൊണ്ട് ആരും കയറാറില്ല. ഇത് വാഷിംഗ് സ്ഥലമാണ്. നമ്മൾ തുണികൾ കഴുകണം. അതിന്റെ അകത്ത് ഒരു 8 കട്ടയുണ്ട്. 8 കട്ട കല്ലുണ്ട്. അതില് ഇങ്ങനെ കഴുകുണ്ട്. ഒരു രക്ഷയില്ലാത്ത ബാത്റൂമാണ്. ഇതിന്റെ അകത്ത് നിന്ന് ഷോക്ക് അടിച്ചിട്ടുണ്ട്. അതിന്റെ അകത്ത് ഇത് തിരിച്ചിങ്ങനെ ഇറങ്ങണ വഴിയാണ്. ഒരു ഒറ്റ ട്രിപ്പില് ഇതിപ്പോ നമ്മുടെ ജിമ്മാണ് കേട്ടോ. ഇത് കുറെ നാള് ഞാൻ വന്ന സമയത്ത് കളിച്ചുകൊണ്ടിരുന്ന ജിമ്മാണ്. പിന്നെ വന്ന സമയത്ത് കൂടുതൽ ഫെസിലിറ്റീസ് ഉണ്ടായിരുന്നു. പക്ഷെ ബാക്കി ഇപ്പൊ അതൊന്നും ഇല്ല. ഇപ്പൊ എല്ലാ കട്ടകളെല്ലാം 4th ഇയേഴ്സും ശങ്കർ എന്നുള്ള സ്റ്റുഡൻസും അടിച്ചു മാറ്റി എല്ലാം വിറ്റിട്ടുണ്ട്. ഇതാണ് ടിറ്റു തങ്കച്ചന്റെ റൂം. ഇപ്പൊ ഇത് പൂട്ടി അവർ വെക്കേറ്റ് ആയിട്ട് പോയി. ഇത് ശങ്കർ, ശ്രീഹരി, താഹ, അതായത് വീഡിയോ എടുക്കണ ഞാൻ തന്നെ. എന്റെ റൂമാണിത്. ഈ റൂമിൽ വേറെ ഒന്നുമില്ല.
ഈ റൂമിൽ ഇതാണ്ട ഇവിടെ തന്നെ എഴുതി വെച്ചിട്ടുണ്ട് ശ്രീഹരി, ശങ്കർ, താഹ, ശങ്കർ, പിന്നെ എന്തൊക്കെ എഴുതി പിന്നെ ലാലേട്ടൻ, വെച്ചിട്ടുണ്ട്. ശങ്കർലാൽ ഞങ്ങൾ പോകുന്നു ഇവിടെ പറയുന്നു. പിന്നെ ഡേറ്റ് എഴുതിയിട്ടുണ്ട് 29/6/2019. പിന്നെ മമ്മൂക്ക, ലാലേട്ടൻ. ഇതാണ് റൂം കേട്ടോ. ഇതായിരുന്നു എന്റെ ബെഡ്, അത് ശങ്കറിന്റെ ബെഡ്, ഇത് ശ്രീഹരിയുടെ ബെഡ്. ഇതിന്റെ ഒറിജിനൽ വ്യൂ എന്ന് പറഞ്ഞാൽ റൂമിൽ നിന്ന് ഞാൻ കാണിച്ചത് ഇതാണ് ഒറിജിനൽ വ്യൂ.